ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഏവിയേറ്റർ വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആണ്. ചില സമയങ്ങളിൽ സെൽഫ് സ്റ്റക്ക് ആവണ പോലെ നിൽക്കുക, സെൽഫ് പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല, ക്ലിയർ ആയിട്ടുള്ള വർക്കിംഗ് അല്ല. അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ചിനകത്താണ് അതിൻ്റെ പ്രോബ്ലം എന്താണ്. നിലവിൽ ഇത് ഇരിക്കുന്ന ക്രാങ്ക് ഷാഫ്റ്റ്, ഇത് ക്രാങ്ക് ഷാഫ്റ്റ് എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞൊരു മെയിൻ ഷാഫ്റ്റാണത്. അതിന് അലൈൻമെൻറ്റ് ചെറിയൊരു വേരിയേഷൻ വന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ജസ്റ്റ് അങ്ങനെ കയറി ഇറങ്ങി വർക്ക് ചെയ്യും. അതാണ് മെയിൻ കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ഒരു വീല് അങ്ങനെ വരുമ്പോൾ വന്ന കംപ്ലയിൻ്റാണ്. ഇതിൻ്റെ ഈ പല്ലൊക്കെ കൂടെ ഒടിഞ്ഞു പോയിട്ടുണ്ട് ഈ സൈഡ്. പിന്നെ അതേപോലെ ഈ ബെൻഡെക്സിനും ചെറിയ കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലച്ച് സൈഡ് അഴിച്ച് വയ്ക്കുമ്പോൾ നമുക്ക് സെൽഫുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് ഒന്ന്, നമുക്ക് ഈ രണ്ട് ഐറ്റംസും മാറ്റണം. അത് കൂടാണ്ട് ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റ് വേരിയേഷൻ വന്നിട്ടുണ്ട്, അതൊന്ന് അലൈൻ ചെയ്ത് റെഡിയാക്കി ഇടണം. പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബെൽറ്റൊക്കെ ഓൾറെഡി പൊട്ടിയിരിക്കുക, ഇവിടുന്ന് ഒരു ലെഗ് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ഇന്ന് കയറ്റിയില്ലെങ്കിൽ പോലും ബെൽറ്റ് പൊട്ടിയിട്ട് വഴി പെടുന്ന സിറ്റുവേഷൻ വരുമായിരുന്നു. ആ ഒരവസ്ഥയിലാണ് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ കൂട്ടത്തിൽ കൂടെ നമുക്ക് ബെൽറ്റും കൂടി മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ടേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിൽ തരാം. വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ബെൻഡെക്സിൻ്റെ ഭാഗം, ഇതിൻ്റെ മെയിനായിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ബെൻഡെക്സും ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെയും പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ക്രാങ്ക് അലൈൻമെൻറ്റ് വേരിയേഷൻ തന്നെയാണ്. അത് നമുക്ക് പുറമേ നിന്ന് അലൈൻ ചെയ്തിടാനേ പറ്റുള്ളൂ. മാക്സിമം ആ രീതിയിൽ നമുക്ക് അലൈൻ ചെയ്തിടാം. പക്ഷേ അങ്ങനെ കംപ്ലയിൻ്റ് ആണെങ്കിലും റിപ്പീറ്റും ഈ പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അതായത് ക്രാങ്ക് അലൈൻമെൻറ്റ് വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ ഫസ്റ്റ് ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. കൂടുതലായിട്ട് കംപ്ലയിൻ്റ് വന്നാൽ അത് മെയിനായിട്ടെന്ന് വെച്ചാൽ ക്രാങ്ക് ഫുള്ളായിട്ട് അഴിച്ച് ചെയ്യേണ്ട കേസ് തന്നെ ഇതാണ്. അപ്പോൾ പരമാവധിയും ഈ രീതിയിൽ നോക്കാം. പിന്നീട് കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് അഴിക്കുന്ന കേസ് പരിഗണിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇപ്പോൾ നിലവിൽ ഇത്രയും കേസൊക്കെ ചെയ്യുമ്പോൾ ഏകദേശം എസ്റ്റിമേറ്റ് എമൗണ്ട് എത്ര വരുമെന്ന് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇട്ടേക്കാം. ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. ഓക്കെ.